ഒരു മീഡിയം ആയിട്ട് പഠിച്ചുകൊണ്ടിരുന്ന ഞാൻ ഇന്ന് CSR ലൈസൻസ് ക്രാക്ക് ചെയ്ത് ഈ പറഞ്ഞ ഗേറ്റ് ക്രാക്ക് ചെയ്ത് PhD കംപ്ലീറ്റ് ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊറ്റ ഒരു കാര്യമേ ഉള്ളൂ, എൻ്റെ എഫേർട്ട്. എൻ്റെ പേര് നിഷ. ഞാൻ പാലക്കാട് നിന്നാണ് വരുന്നത്. MSc സുവോളജി കംപ്ലീറ്റഡ് ആണ്. ഞാൻ PhD കഴിഞ്ഞു, തീസിസ് സബ്മിറ്റ് ചെയ്തു. ഫൈനൽ പ്രസൻറ്റേഷനുള്ള വെയിറ്റിങ്ങിലാണ് ഉള്ളത്. വീട്ടിൽ അച്ഛൻ, അമ്മ, ചേച്ചിയാണുള്ളത്. ചേച്ചി മാരീഡാണ്. അച്ഛനും അമ്മയും കൂടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയൊരു ചായക്കട നടത്തുന്നുണ്ട്. ഞാൻ PhD ലാബ് വർക്ക് ചെയ്തത് CMFRൽ നിന്നുമാണ്. അപ്പോൾ ബയോടെക്നോളജി ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഞാൻ വർക്ക് ചെയ്തത്. MSc സുവോളജി കംപ്ലീറ്റ് ചെയ്തെന്ന ഒരാൾ എങ്ങനെയാണ് ബയോടെക്നോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യാമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഒരു നെറ്റ് JRF ചെയ്ത് ക്ലിയർ ചെയ്ത ഒരു വ്യക്തിക്ക് അത്യാവശ്യം നമ്മുടെ ബയോളജിയുടെ എല്ലാ ബ്രാഞ്ചസിൻ്റെയും ഒരു ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷൻ നമുക്ക് ഉണ്ടാവും. അപ്പോൾ നമുക്ക് അതുകൊണ്ട് തന്നെ ഏത് ബ്രാഞ്ചസ് വേണമെങ്കിലും ഫ്രം എക്കോളജി എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ബേസ് ആണെന്നുള്ള കാര്യം നമുക്കറിയാം. സോ ഫ്രം എക്കോളജി ടു ബയോടെക്നോളജി നമുക്ക് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. സോ ഫ്രം എക്കോളജി ടു ബയോടെക്നോളജി നമുക്ക് ഏത് ടോപ്പിക്കിനെ കുറിച്ചിട്ടുള്ള ഫൗണ്ടേഷൻ ഉള്ളത് കൊണ്ട് തന്നെ PhD ഏത് ടോപ്പിക്കിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അവാർഡ് ആവുക ബയോസയൻസിലായിട്ടായിരിക്കും. ബട്ട് എനിവേ വർക്ക് എല്ലാം കംപ്ലീറ്റ്ലി മോളിക്കുലർ വർക്കും എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ബയോടെക്നോളജി ഡിപ്പാർട്ട്മെൻറ്റുമാണ്. നമുക്ക് ആക്ച്വലി നമ്മൾ എന്നാണോ സബ്ജക്റ്റ് സ്നേഹിച്ച് തുടങ്ങുന്നത് അന്നാണ് നമുക്ക് കുറച്ചും കൂടെ സബ്ജക്റ്റിൽ ഇൻഡെപ്തായിട്ട് പോകാനായിട്ട് ആഗ്രഹം തോന്നുക. അപ്പം നമ്മൾ സബ്ജക്റ്റ് എപ്പോഴും കൂടുതലായിട്ട് പഠിക്കുക. നമ്മൾ പഠിക്കുന്ന കാലത്തിനേക്കാൾ ഉപരി നമ്മൾ പഠിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ ഗോൾ എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും പാസ്സാവുക അല്ലെങ്കിൽ ഒരു റാങ്ക് മേടിക്കുക എന്നുള്ളത് മാത്രമായിരിക്കും. സോ റാങ്ക് മേടിക്കാൻ വേണ്ടി നമുക്ക് ആർക്കും റാങ്ക് മേടിക്കാം. കാരണം നമ്മൾ കുറേ സബ്ജക്റ്റ് നമുക്കറിയാം, സിലബസ് ഉണ്ട്, അത് കുറേ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ ഇത്ര പോയിന്റ്സ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് റാങ്ക് മേടിക്കാനും പറ്റും, നല്ല മാർക്കോടുകൂടി പാസ്സാവാനും പറ്റും. പക്ഷെ നമ്മളൊരു കോമ്പറ്റീറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ കാണാത്ത പഠിത്തമോ അല്ലെങ്കിൽ ജസ്റ്റ് ടോപ്പിന് ഇത്ര പോയിന്റ്സ് പഠിച്ചാൽ മതി എന്നുള്ളൊരു കൺസെപ്റ്റ് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ നമ്മളൊരു കോമ്പറ്റീറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇൻഡെപ്തായിട്ട് തന്നെ നമുക്ക് ആ സബ്ജക്റ്റ് നോളജ് വേണം. അപ്പോൾ അങ്ങനെ ഇൻഡെപ്തായിട്ട് പോകുന്ന സമയത്ത് നമ്മളൊരു ടോപ്പിക്ക് പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഉള്ളിലോട്ട് പോകാനുള്ള ആഗ്രഹം നമുക്ക് തനിയെ തോന്നി തുടങ്ങും. പിന്നെ നമ്മൾ ഒരു കാലത്ത് നമ്മൾ എക്സാം ഓറിയൻറ്റഡ് മാത്രം പഠിച്ചിരുന്ന നമ്മൾ പിന്നെ ഒരു കാലഘട്ടം കഴിയുമ്പം അറിവിന് വേണ്ടി, അതായത് നമുക്ക് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചു തുടങ്ങും, അല്ലെങ്കിൽ അറിയാനായിട്ട് തുടങ്ങും. പണ്ട് നമ്മളൊരു ജേർണലിൽ ഒരു പുതിയ കാര്യം കണ്ടുപിടിച്ചു എന്ന് നമ്മൾ എന്തെങ്കിലും ഒരു ന്യൂസ് കേൾക്കുന്ന സമയത്ത് നമ്മളത് ജസ്റ്റ് ഇഗ്നോർ ചെയ്യും. കാരണം നമുക്ക് ആവശ്യമുള്ള കാര്യമല്ലല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ഇഗ്നോർ ചെയ്യും. പക്ഷേ ഇപ്പോൾ നമുക്ക് സബ്ജക്റ്റ് അറിഞ്ഞു തുടങ്ങി കഴിയുമ്പം നമ്മൾ ഈ പറഞ്ഞ മോളിക്കുലർ ലെവലിൽ ഉണ്ടാകുന്ന പുതിയ കണ്ടുപിടുത്തങ്ങൾ അല്ലെങ്കിൽ ഒരു പുതിയ സ്പീഷ്യസിനെ കണ്ടുപിടിച്ചു എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഏതൊക്കെ ക്യാരക്ടേഴ്സ് യൂസ് ചെയ്തിട്ടാണ് അതൊരു പുതിയ സ്പീഷ്യസ് ആയിട്ട് ഡിഫൈൻ ചെയ്തത്. അങ്ങനെ നമ്മൾ കുറച്ചും കൂടി സബ്ജക്റ്റിനെ സ്നേഹിച്ചു തുടങ്ങും, അറിഞ്ഞു തുടങ്ങും, കൂടുതൽ അറിയാനുള്ള ശ്രമവും നടത്തി തുടങ്ങും. അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ട് അതിന് ഏറ്റവും നല്ലൊരു വഴിയും ഒരു പ്ലാറ്റ്ഫോമും എന്ന് പറയുന്നത് നമ്മളൊരു PhDക്ക് ജോയിൻ ചെയ്യുക. അപ്പോൾ അവിടെ നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു ടോപ്പിക് ഉണ്ട്, നമ്മൾ ഇൻവെൻറ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്, നമ്മൾ സയൻസിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ അങ്ങനെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സബ്ജക്റ്റ് അറിഞ്ഞു തുടങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിൽ തോന്നുന്ന ഒരു ആഗ്രഹം കൂടെയാണ് നമുക്ക് PhD എടുക്കുക എന്നുള്ളത്. ഒരു അപ്പാർട്ട് ഫ്രം ഡിഗ്രി നമുക്കൊരു സബ്ജക്റ്റിനോടുള്ള ഒരു സ്നേഹം കൊണ്ട് നമ്മൾ എടുത്തു പോകുന്നതാണ് ശരിക്കും PhD എന്ന് പറയുന്നത്. ഞാൻ ആക്ച്വലി ഒരു ആവറേജ് സ്റ്റുഡൻ്റാണ്. ഞാൻ അങ്ങനെ എക്സ്ട്രാ ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ നന്നായിട്ട് പെർഫോം ചെയ്യുമെങ്കിലും ഒരു തിയറി അത്ര എഴുതിയെടുക്കാൻ അല്ലെങ്കിൽ ഭയങ്കര റാങ്ക് മേടിക്കുന്ന അങ്ങനത്തെ ഒരാളല്ല. നമ്മൾ സ്കൂൾ ലെവലിൽ ക്ലാസ്സിൽ ഫസ്റ്റ് ആയിരിക്കും എന്നുള്ളതല്ലാതെ ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് പഠിക്കുന്ന ഒരാളല്ല ഞാൻ. പക്ഷേ നമ്മൾ ഒരു കോമ്പറ്റീറ്റീവ് എക്സാം ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൊതുവെ കുട്ടികൾക്കൊരു വിചാരമുണ്ട്, ക്ലാസ്സിലൊരു ടോപ്പ് 3 സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഒരു 5 സ്റ്റുഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ യൂഷ്വലി ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞ കുട്ടികളാണെന്നുണ്ടെങ്കിൽ PGക്ക് പോവും, PG കഴിഞ്ഞ കുട്ടികളാണെന്നുണ്ടെങ്കിൽ അടുത്ത ഓപ്ഷൻ തേടി പോവും. ബാക്കി ഒരു ബിലോ 70 ബിലോ 60 എന്ന് പറയുന്നത് അവർ ഓൾറെഡി അവരുടെ ഉള്ളിലൊരു വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മാർക്കില്ല, ഞങ്ങൾ പഠിച്ചിട്ടില്ല, സോ അതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ കോമ്പറ്റീറ്റീവ് എക്സാംസ് ഒന്നും നമുക്ക് ബാധകമല്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കും മിക്ക കുട്ടികളും ഉണ്ടാവുക. പക്ഷേ കോമ്പറ്റീറ്റീവ് എക്സാമിൻ്റെ കേസ് നിങ്ങൾ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കുക. നിങ്ങൾ പഠിക്കുന്ന കോളേജിൻ്റെ കുറച്ച് ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മിക്കപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ടോപ്പ് സ്റ്റുഡൻസ് ആയിരിക്കില്ല മിക്കപ്പോഴും കോമ്പറ്റീറ്റീവ് എക്സാംസ് ക്രാക്ക് ചെയ്യുക. അതിനുള്ള കാരണം കോമ്പറ്റീറ്റീവ് എക്സാംസ് ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ റാങ്ക് ഈ കാണാതെ പഠിക്കുന്ന കുട്ടികൾക്കോ അല്ലെങ്കിൽ തിയറി ഡിസ്ക്രിപ്റ്റായിട്ട് എഴുതാൻ പറ്റുന്ന കുട്ടികൾക്കോ അല്ല ശരിക്കും കോമ്പറ്റീറ്റീവ് എക്സാംസ് ക്രാക്ക് ചെയ്യാൻ പറ്റുക. അതിനെ ടെക്നിക്കലി അപ്രോച്ച് ചെയ്യാൻ പറ്റുക, ഒരു ടോപ്പിക്കിനെ ടെക്നിക്കലി അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന കുട്ടികളാണ് യൂഷ്വലി കോമ്പറ്റീറ്റീവ് എക്സാംസ് ക്രാക്ക് ചെയ്യുക. അതിന് ഈ പറഞ്ഞ റാങ്കോ മാർക്കോ ഒരു ഫാക്ടർ അല്ല.
നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായാൽ മതി, പ്രോപ്പറായിട്ട് പ്ലാൻ ഉണ്ടായാൽ മതി. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും ക്രാക്ക് ചെയ്യാൻ പറ്റും. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് ഞാനെന്ന് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഞാനൊരു എക്സ്ട്രാ ഓർഡിനറി സ്റ്റുഡൻ്റ് അല്ല, ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. ഞാൻ PG കഴിഞ്ഞതിന് ശേഷമാണ് ശരിക്കും എക്സാമിന് വേണ്ടി, കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയത്. അതുവരെ നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ യൂണിവേഴ്സിറ്റി എക്സാം പാസ്സാവാൻ വേണ്ടി നമ്മൾ തലേ ദിവസമോ അല്ലെങ്കിൽ ഒരു 1 വീക്ക് ബാക്കോ സിലബസ് എടുത്ത് വെക്കുന്നു, പഠിക്കുന്നു, എക്സാം എഴുതുന്നു, പാസ്സാവുന്നു, അത്രയേ ഉള്ളൂ. അപ്പം ഏതൊരു കുട്ടിക്കും കൃത്യമായിട്ടുള്ളൊരു ഡിറ്റർമിനേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാംസ് ക്രാക്ക് ചെയ്യാവുന്നതാണ്. അപ്പം PG പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഞാൻ കോച്ചിങ്ങിന് പോയിരുന്നു. പക്ഷെ അത്രയും സീരിയസ് ആയിട്ടല്ല ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മളിപ്പോൾ സൺഡേ ബാച്ചിന് പോവും, അന്നത്തെ ക്ലാസ് വൃത്തിക്ക് മനസ്സിലാവും, വരും, ജസ്റ്റ് വായിക്കും, പക്ഷെ ഒരു റിപ്പീറ്റേഷൻ കൊടുത്തിരുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കോച്ച് ഇത് കഴിഞ്ഞ് PG കഴിഞ്ഞ് സീരിയസ് ആയിട്ട് പഠിച്ച് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത്, ഒരു പക്ഷേ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രിപ്പയർ ചെയ്തിരുന്നെങ്കിൽ പാരലലി ഒരുപക്ഷെ ഈ പറഞ്ഞ നെറ്റ് ക്ലിയർ ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. അപ്പം അതുകൊണ്ട് PG ചെയ്യുന്ന ആൾക്കാർ ഒരു പക്ഷേ അതിനോടൊപ്പം തന്നെ പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 സ്ഥലത്തും എക്സൽ ചെയ്യാൻ പറ്റും. ഒന്ന്, യൂണിവേഴ്സിറ്റി എക്സാമിന് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും, കാരണം കൺസെപ്റ്റ് കയ്യിലുള്ളത് കൊണ്ട് തന്നെ എക്സാം നന്നായിട്ട് എഴുതാനും പറ്റും. അതിനോടൊപ്പം തന്നെ PG കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ പറഞ്ഞ നെറ്റ് JRF എന്നുള്ളൊരു സ്വപ്നത്തിലേക്ക് എത്താനും പറ്റും. അപ്പം നിങ്ങൾ UG ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ UG കഴിയുമ്പോഴത്തേനും, അതായത് 3 ഇയേഴ്സ് കഴിയുമ്പോഴത്തേനും നിങ്ങൾ ബയോളജിയുടെ അത്യാവശ്യം എല്ലാ ബ്രാഞ്ചസും ടച്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എല്ലാ ബ്രാഞ്ചസിൻ്റെയും ബേസ് നിങ്ങൾക്ക് എവിടെ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്? ഡിഗ്രിയിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. ഇനി ഈ ഡിഗ്രിയിൽ ഈ ബേസ് നിങ്ങൾക്ക് സ്റ്റേൺ ആണ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് PGയുടെ ഇതിൻ്റെ ജസ്റ്റ് എക്സ്റ്റൻഷൻ ആണ്, കുറച്ചും കൂടെ നല്ല ടെക്സ്റ്റ് ബുക്ക് പഠിക്കുന്നു എന്ന് മാത്രം. കാരണം നിങ്ങൾക്ക് ഡിഗ്രിക്ക് നിങ്ങൾക്കൊരു റെഫറൻസ് ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് ഓൾറെഡി യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതിൽ അത്യാവശ്യം ബേസ് കൃത്യമായിട്ട് തന്നെ തന്നിട്ടുണ്ട്. സോ ആ ബേസ് നിങ്ങൾക്ക് സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ PGക്ക് പോകുന്ന സമയത്ത് ഈ പറഞ്ഞ സ്ട്രോങ് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒന്ന് ഇൻഡെപ്ത് ആയിട്ട് മൈൻഡിൽ കയറ്റാൻ പറ്റും. PG കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് ഈ പറഞ്ഞ നെറ്റ് JRF എന്നുള്ള എക്സാംസ് ക്ലിയർ ചെയ്യാനും പറ്റും. എല്ലാവരുടെയും സ്വപ്നം എന്ന് പറയുന്നത് ഒരു ഏർണിങ്സ് ആണ്. നമുക്കൊരു പെർമനൻറ്റ് ഏർണിങ്സ് ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്വപ്നത്തിലോട്ട് എത്തിപ്പെടുക എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം എന്ന് പറയുന്നത്. ഇനി PhDയിലോട്ട് പോകും തോറും എല്ലാവരുടെയും ഒരു ടെൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെലോഷിപ്പ് കൃത്യമായിട്ട് വരുമോ? കാരണം നമ്മൾ അപ്പോഴും ഒരു സ്റ്റുഡൻ്റായിട്ട് തന്നെയാണ് കയറുന്നത്. അപ്പോൾ അത് കോമൺലി എല്ലാവർക്കും ഉള്ളൊരു ടെൻഷനാണ്. ഈവൻ JRF ക്ലിയർ ചെയ്തിട്ടും PhDക്ക് ജോയിൻ ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് സമയം എടുത്തിരുന്നു. അപ്പോൾ എൻ്റെ ടെൻഷൻ ഇതായിരുന്നു, ഞാൻ ഇൻ കേസ് PhDക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫെലോഷിപ്പ് ആക്ടിവേറ്റ് ആവാൻ കുറച്ച് സമയം എടുക്കും, കൃത്യമായിട്ട് മാസം വന്നില്ലെങ്കിൽ. കാരണം ഞാൻ എൻ്റെ ഫാമിലി എന്നെ ഡിപ്പെൻഡ് ചെയ്ത് കഴിയുന്ന ഒരു ഫാമിലിയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു ടെൻഷൻ, കാരണം നമ്മളൊരു ഏജ് അപ്പോഴത്തേനും തീരും, ചിലപ്പോൾ ഏർണിങ്സ് നമുക്ക് വീട്ടിലേക്ക് ഏൺ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടൊക്കെ വരും. അങ്ങനെയൊക്കെ പല സിറ്റുവേഷൻസിലുള്ള കുട്ടികളുണ്ട്. പക്ഷേ ഞാൻ ഉറപ്പിച്ച് പറയാം, നിങ്ങൾ ജോയിൻ ചെയ്ത് വിത്തിൻ 3 months നിങ്ങൾക്ക് ഫെലോഷിപ്പ് ആക്ടിവേറ്റഡ് ആവും. അപ്പോൾ ഇന്നത്തെ നിങ്ങൾ വേറെ ഏത് ജോലിക്ക് പോയാലും നിങ്ങൾക്കൊരു 10 to 15K ആണ് ഒരു ബേസിക് സാലറി എന്ന് പറയുന്നത്. JRFൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് കറൻ്റ് കിട്ടുന്നത് 50,000 ആണ്. ഈ 50,000 എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും മാക്സിമം കിട്ടുന്ന ഒരു എമൗണ്ട് ആണ് 50K എന്ന് പറയുന്നത്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, സ്റ്റിൽ യു ആർ എ സ്റ്റുഡൻറ്റ് ബട്ട് യു ആർ ഏർണിംഗ് 50K. അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ, ഒന്ന്, നിങ്ങൾ ചെയ്യുന്നത് PhD ആണ്, ഏറ്റവും വലിയ ഡിഗ്രി ആയിട്ടുള്ള ഡോക്ടറൽ ഡിഗ്രിയാണ് നിങ്ങൾ ചെയ്യുന്നത്. 2, നിങ്ങൾക്ക് പാരലൽ ഇപ്പം നിങ്ങൾക്ക് ലാബ് വർക്കുകൾ ഉണ്ടാവും, നിങ്ങൾക്ക് റൈറ്റിംഗ് പ്രോസസ്സ് ഉണ്ടാവും. പക്ഷേ ഈ റൈറ്റിംഗ് പ്രോസസ്സൊക്കെ ഏകദേശം എൻഡോട് കൂടിയാണ് വരിക. അപ്പം ഈ എൻഡോട് കൂടി വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ആ ഒരു സ്റ്റാർട്ടിങ് പീരിയഡ് ഉണ്ട്. നമുക്ക് കുറച്ചൊന്ന് നിങ്ങളുടെ ടോപ്പിക്കിലോട്ട് ഇൻവോൾവ് ആവാനായിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് ഒന്ന് സെറ്റ് ആവാനുള്ള കുറച്ച് സമയമുണ്ട്. സോ ആ സമയം നിങ്ങൾക്ക് മറ്റ് പെർമനൻറ്റ് എക്സാംസിന് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യുകയോ അല്ലെങ്കിൽ അങ്ങനെ പാരലലി കൊണ്ടുപോവുകയോ ചെയ്യാം. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ 5 വർഷം കൃത്യമായിട്ട് 50K ഒരു അരിയർ പോലും ബാക്കി വെക്കാതെ CSIR UGC കൃത്യമായിട്ട് എല്ലാ സ്റ്റുഡൻറ്റിനും അവരുടെ എമൗണ്ട് എത്തുന്നുണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തുന്നുണ്ട്. വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ആണ് നടക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. അപ്പം അതുകൊണ്ട് എമൗണ്ടിൻ്റെ കാര്യത്തിലോ ഫെലോഷിപ്പ് അവൈൽ ആവുന്ന കാര്യത്തിലോ യാതൊരു പ്രശ്നം ഉണ്ടായിരിക്കുന്നതല്ല. അതായത് എമൗണ്ട് ഒരു പ്രശ്നമാണ് എന്ന് പറയുന്ന കുട്ടികളുടെ കേസാണ് ഞാൻ പറയുന്നത്. ഇനി അതല്ലാതെ നിങ്ങൾക്ക് PhD എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാലോ, മീൻസ് നിങ്ങളൊരു പുതിയൊരു ടോപ്പിക് എടുത്തു, നിങ്ങളത് ചെയ്തു, അപ്പോൾ കിട്ടുന്ന നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ, പാരലൽ നിങ്ങൾക്ക് കിട്ടുന്ന ഏർണിങ്സ്, നിങ്ങൾക്കൊരു പെർമനൻറ്റ് ജോബ് കിട്ടുന്ന അതേ സാറ്റിസ്ഫാക്ഷൻ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് PhD കഴിയുന്നത് വരെ നിങ്ങൾക്ക് ഉണ്ടാവുക.
നിങ്ങൾ ഇപ്പം ബയോളജി സയൻസ് എന്ന് പറയുന്നത് ലൈഫ് സയൻസ് എഴുതുന്ന കുട്ടികളെന്ന് പറയുമ്പോൾ സുവോളജിക്കാർ എഴുതുന്നുണ്ട്, ബോട്ടണിക്കാർ, ബയോ കെമിസ്ട്രി, ബയോടെക്, മൈക്രോബയോളജി, ഈ പറയുന്ന ബയോളജിയിൽ വരുന്ന എല്ലാ ബ്രാഞ്ചസുകാരും എഴുതുന്ന ഒരു എക്സാമാണ് നമ്മുടെ CSR ലൈഫ് സയൻസ് എന്ന് പറയുന്നത്. അത് കുറച്ചും കൂടി എളുപ്പം എപ്പോഴും ഈ പറഞ്ഞ ബോട്ടണി, സുവോളജി കഴിഞ്ഞ കുട്ടികൾക്കാണ്. കാരണം അവർ ഈ പറഞ്ഞ പഠിക്കുന്ന കാലഘട്ടത്തെ എല്ലാ സബ്ജക്റ്റും ടച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറേ കൂടെ കൂടുതൽ കുട്ടികളും ക്വാളിഫൈ ചെയ്യുന്നത് ഈ പറഞ്ഞ ബോട്ടണി, സുവോളജിയിൽ നിന്നുമാണ്. ഇനി ബയോടെക്, മൈക്രോബയോളജി എന്ന് പറയുമ്പോൾ അവർ കുറച്ചും കൂടി ഏരിയ കൺഫൈൻഡ് ആയതുകൊണ്ട് തന്നെ കമ്പാരിറ്റീവ്ലി കുറവാണ്. ബട്ട് എനിവേ ഞാൻ പറഞ്ഞ പോലെ കൃത്യമായിട്ടുള്ള പ്ലാനിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ നമ്മുടെ ലൈഫ് സയൻസ് എക്സാം എന്ന് പറയുന്നത്. ഇനി നമ്മൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക? ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ കയ്യിൽ സിലബസ് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ് തൊട്ടാണ് പറയുന്നത്, നിങ്ങളുടെ മനസ്സിലൊരു ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് CSR ലൈഫ് സയൻസ് ക്രാക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഇനി വരുന്ന എക്സാം ഞാൻ എഴുതിയെടുക്കണം, നിങ്ങളുടെ മൈൻഡിൽ ശരിക്കുള്ള ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളൊന്ന് സിലബസ് ഡൗൺലോഡ് ചെയ്യുക. ഏതൊക്കെ ഏരിയ ആണ് നിങ്ങൾക്ക് പേപ്പറിൽ തന്നിരിക്കുന്നത് എന്നുള്ള കാര്യം നോക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പറഞ്ഞ ഓരോ മൊഡ്യൂളിനും അല്ലെങ്കിൽ ഓരോ പേപ്പറിനും അതിൻ്റേതായിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകൾ, റെഫറൻസുകളുണ്ട്. ഈ CSRൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ അതിനപ്പുറം പോകാറില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ മോളിക്കുലർ ബയോളജി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്സൻ്റെ ടെക്സ്റ്റ് ബുക്ക്, ഈ മോളിക്കുലർ ബയോളജിയിൽ വാട്സൻ്റെ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ റെഫർ ചെയ്ത് പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോളിക്കുലർ ബയോളജിയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ പോലും മിസ്സാവില്ല. അതിന് ഞാൻ ഗ്യാരണ്ടി. എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഫോളോ ചെയ്ത പാറ്റേൺ ആണ് ഞാൻ പറയുന്നത്. ഇപ്പം നമ്മൾ എക്കോളജി ആണെങ്കിൽ സ്റ്റില്ലിങ്, അങ്ങനെ നമുക്ക് ഓരോ ടോപ്പിക്കിനും ഓരോരോ പ്രത്യേക ടെക്സ്റ്റ് ബുക്കുകൾ CSRൻ്റെ ഇതിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ നിങ്ങൾ ആരോടും ചോദിച്ച് പഠിക്കുക, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. അപ്പം ഇങ്ങനെ കൃത്യമായിട്ട് ഏത് ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്താൽ ഏത് ആണ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ നോർമലി ഡിഗ്രിക്ക് PGക്ക് പഠിച്ച ആ ഒരു ബേസ് അല്ല നമുക്ക് വേണ്ടത്. പകരം നിങ്ങൾ പഠിക്കുന്ന ഓരോ ടോപ്പിക്കിൻ്റെയും, ഇപ്പം ഞാൻ പറഞ്ഞ പോലെ മോളിക്കുലർ ബയോളജി ആണ്, റിപ്ലിക്കേഷനാണ്. അപ്പോൾ റിപ്ലിക്കേഷൻ എന്താണെന്നുള്ള എല്ലാവർക്കും അറിയുന്നൊരു ടോപ്പിക്കാണ്. പക്ഷേ നിങ്ങൾക്ക് ആ അറിയുന്ന ടോപ്പിക്ക് നമുക്ക് പോരാ ഒരു CSR, UGC, നെറ്റ്, JRFന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക്. അപ്പം നമ്മളവിടെ കുറച്ചും കൂടെ ഇൻഡെപ്തായിട്ട് വാട്സൺ പ്രിപ്പയർ ചെയ്ത് വാട്സൻ്റെ കൃത്യമായിട്ടുള്ള നിങ്ങൾ എക്സാംസ് ഒന്ന് നോക്കിയാൽ മതി, ഇമേജ് പോലും ഇപ്പോൾ കട്ടായിട്ടുള്ള ചെറിയ ഇമേജുകൾ കൊടുക്കുന്നത് പോലും വാട്സൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ നന്നായിരിക്കും. അതേപോലെ ലൈൻ ബൈ, ഇപ്പം നിങ്ങൾ അസെഷൻസ്, റീസൺസ് നോക്കിയാലും മതി, കൃത്യമായിട്ട് നമ്മുടെ ഈ പറഞ്ഞ വാട്സൻ്റെ ടെക്സ്റ്റ് ബുക്കിൻ്റെ അതേ സെൻറ്റൻസ് തന്നെയായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. സോ അങ്ങനെ സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് ആയിട്ട് നമ്മൾ കൃത്യമായിട്ട് നമുക്കൊരു ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ, ഫോളോ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വാരി വലിച്ച് എല്ലാം കൂടെ പഠിക്കാതിരിക്കുക. നമുക്കിപ്പോൾ ഫോളോ ഇപ്പോൾ ഒരു 14 പേപ്പേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 12 പേപ്പേഴ്സ് അല്ലെങ്കിൽ 10 പേപ്പേഴ്സ് അത് നിങ്ങൾ പഠിക്കുന്ന ടോപ്പിക്കുകൾ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിരിക്കുക. ഈ പറഞ്ഞ ടെക്സ്റ്റ് ബുക്ക്, ഈ പറഞ്ഞ എല്ലാ ടോപ്പിക്കുകളും കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിരിക്കുക. അപ്പോൾ നമുക്ക് വിത്തൗട്ട് കൺഫ്യൂഷൻ നമുക്ക് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ POയ്ക്കും കൂടെ നോക്കിക്കഴിഞ്ഞാൽ അത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ല, അതൊന്ന് ചെക്കിംഗ് ആണ് നമ്മൾ POയ്ക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മൾ ചിന്തിക്കുന്ന രീതിയിൽ തന്നെ മാറ്റം വരും. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ആൻസർ കീ ചെക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആൻസർ ആയിരിക്കില്ല അവിടെ വന്നിട്ടുണ്ടാവുക. അപ്പോൾ അവിടെ എന്തുകൊണ്ട് ആൻസർ മാറിപ്പോയി എന്നുള്ളതൊക്കെ ചിന്തിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. ഇപ്പോൾ പലർക്കും ഒരു പേടി സ്വപ്നമാണ് PhD എന്ന് പറയുന്നത്. അതായത് PhDക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഇത് നമ്മൾ സ്വന്തമായിട്ടൊരു വർക്ക് ചെയ്യും, നമുക്ക് വേറൊരു കാര്യത്തിന് എക്സ്റ്റെൻഡ് ചെയ്യാൻ നമ്മുടെ വർക്ക് തുടങ്ങാനായിട്ട് പറ്റില്ല. പിന്നെ നമ്മൾ ഈ പറഞ്ഞ വേറെ വർക്കുകളായിട്ട് ഒരു സിമിലാരിറ്റി വരുമോ, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ഒരു ടോപ്പിക്ക് ചൂസ് ചെയ്യണം, എങ്ങനെ ഒരു ഗൈഡിനെ ചൂസ് ചെയ്യണം, എങ്ങനെ മുന്നോട്ട് പോകണം, ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയ, കാരണം നമുക്ക് ആർക്കും റിസർച്ച് ബാക്ക്ഗ്രൗണ്ട് ഇല്ല. പ്രൊജക്റ്റ് തന്നെ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ആസ് പാർട്ട് ഓഫ് എന്താ പറയുക നമ്മുടെ കരിക്കുലം നമ്മൾ ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു PhD ടോപ്പിക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത്, അത് ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ പറഞ്ഞ സബ്ജക്റ്റ് നോളജ് വരുമ്പം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഇത്രയും സബ്ജക്റ്റ് പഠിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഒരു സബ്ജക്റ്റിനോട് ഒരു താല്പര്യം വരും, കൂടുതൽ അറിയാനുള്ള ഒരു ഇൻട്രസ്റ്റ് വരും. അപ്പോൾ അത് നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. അപ്പോൾ ആ കണ്ടെത്തൽ നമുക്ക് എങ്ങനെയാണ് വരിക, ഈ പറഞ്ഞ അസോസിയേറ്റഡ് നമ്മൾ എന്തിനാണോ കൂടുതൽ സെർച്ച് ചെയ്യുന്നത്, എന്തിനാണ് നമ്മൾ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നത്, അതാണ് നമ്മുടെ ഇൻട്രസ്റ്റഡ് ഏരിയ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഗൈഡിനെ ചൂസ് ചെയ്യുന്ന സമയത്ത് ഈ നമ്മുടെ ഇൻട്രസ്റ്റഡ് ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഗൈഡിനെ ചൂസ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഗൈഡ് പറയുന്ന ടോപ്പിക്ക് നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അത് നമുക്ക് ഒരു ഭയങ്കര ഒരു സ്ട്രെസ് ആയിരിക്കും. കാരണം നമുക്ക് ഇഷ്ടമില്ലാത്തൊരു ടോപ്പിക്ക് ഗൈഡ് പറഞ്ഞ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കംഫർട്ടബിൾ ആവില്ല. അപ്പോൾ അതിനെ നമ്മൾ നെഗറ്റീവ്ലി ബാധിക്കും. അപ്പോൾ ഒന്ന്, നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ചൂസ് ചെയ്യുക. 2, നമ്മുടെ ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഗൈഡിനെ ചൂസ് ചെയ്യാം. അത് യൂഷ്വലി നമ്മുടെ ഈ കേരള യൂണിവേഴ്സിറ്റികളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂണിവേഴ്സിറ്റി സൈറ്റ് എടുക്കുക, സയൻറ്റിസ്റ്റുമാരുടെ ലിസ്റ്റ് എടുക്കുക, ആ സയൻറ്റിസ്റ്റുമാരുടെ പ്രൊഫൈൽ എടുത്ത് നോക്കുക. അവരിൽ ഈ പറഞ്ഞ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാണാം, അവരുടെ ഏരിയ ഓഫ് വർക്ക് കാണാം, അവരുടെ പബ്ലിക്കേഷൻസും കാണാം.
സോ അവർ ഏത് ഏരിയയിലാണ് ഈ പറഞ്ഞ പബ്ലിക്കേഷൻസ് നടത്തിയിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പം നമ്മുടെ ഏരിയയിൽ കൂടുതൽ പബ്ലിക്കേഷൻസ് നടത്തിയിട്ടുണ്ടോ, അപ്പോൾ ആ ഏരിയയിൽ നമ്മുടെ ഗൈഡ് ഇൻട്രസ്റ്റഡ് ആണോ, അവരുടെ ഏരിയ അതാണോ എന്നൊക്കെ നോക്കിയാൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഇത് ഞാൻ ഇൻ കേരള പറയുന്നതാണ്. ഇനി നമുക്ക് ഔട്ട്സൈഡ് കേരളയാണ് പോകേണ്ടതെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ആക്ച്വലി നമുക്ക് JRF ഉണ്ടെന്ന് പറഞ്ഞ് കയറി പോകാൻ പറ്റൂല. അവിടെ എഗൈൻ ഈ പറഞ്ഞ ഇൻ്റർവ്യൂസ് ഉണ്ട്. പ്യുവർലി ഇൻ്റർവ്യൂ ബേസ്ഡ് ആയിരിക്കും. നമുക്ക് അപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ഒരു ക്രൈറ്റീരിയ മാത്രമാണ് നമുക്ക് JRF എന്ന് പറയുന്നത്. JRF ഉണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അപ്ലൈ ചെയ്യാം. സോ ദറ്റ് ഈസ് ദ ഓൺലി ക്രൈറ്റീരിയ. ഇനി നമ്മൾ അപ്ലൈ ചെയ്തു, അപ്പോൾ അവരുടെ കുറച്ചൊക്കെ നമ്മളോട് കുറച്ച് എഴുതി തരാനൊക്കെ പറയും, ഒരു പ്രൊപ്പോസൽ പോലെയൊക്കെ എഴുതി തരാനൊക്കെ പറയും. ഇനി അതൊക്കെ കൊടുത്തു കഴിഞ്ഞ് 2 ലെവൽ ഓഫ് ഇൻ്റർവ്യൂസ് ഉണ്ട്. അതും കൂടെ കഴിയുമ്പോഴേ നമുക്ക് ഈ പറഞ്ഞ എൻട്രി കിട്ടത്തുള്ളൂ. ഞാൻ പറയുന്നത് ഈ പറഞ്ഞ ICMR അല്ലെങ്കിൽ IISc, JNCCR പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലുള്ള PhD അഡ്മിഷൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇനി കേരളത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ നമുക്കൊരു ഗൈഡിൻ്റെ വർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ മെയിൽ ID എടുക്കുക, നമ്മൾ ഇൻട്രസ്റ്റഡ് ആണെന്ന് പറഞ്ഞ് മെയിൽ അയക്കുക. ഇനി ഗൈഡ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളെ മീൻസ് ഇൻ്റർവ്യൂവിന് വിളിക്കും, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക, ബാക്കിയുള്ള പ്രൊസീജിയർ. നമുക്ക് JRF ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ നമ്മുടെ കേരള യൂണിവേഴ്സിറ്റീസിൽ പോസിബിൾ ആണ്. പുറത്ത് മാത്രമാണ് പ്യുവർലി ഇൻ്റർവ്യൂ ബേസ്ഡ് ആയിട്ട് നടക്കുന്നത്. ആക്ച്വലി നമുക്ക് ഫെലോഷിപ്പ് അവൈൽ ആവുന്നത് 5 years ആണ്. അപ്പോൾ നമുക്ക് ആക്ച്വലി 5 yearsൽ നമുക്ക് നമ്മുടെ കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ട്. നമ്മൾ ഈ പറഞ്ഞ ആദ്യം തുടക്കം തന്നെ യൂണിവേഴ്സിറ്റിക്ക് നമ്മളൊരു പ്ലാൻ സബ്മിറ്റ് ചെയ്യും. അതായത് ഫസ്റ്റ് ഇയറിൽ ഞാൻ ഇന്ന കാര്യമാണ് ചെയ്യുന്നത്, സെക്കൻഡ് ഇയറിൽ ഇന്ന കാര്യമാണ് ചെയ്യുന്നത്, തേർഡ് ഇയറിൽ ഇന്ന കാര്യമാണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് 5 yearsൻ്റെ പ്ലാൻ നമ്മൾ ആക്ച്വലി യൂണിവേഴ്സിറ്റിക്ക് സബ്മിറ്റ് ചെയ്യും. ഇനി അത് പ്രകാരം കാര്യങ്ങളെല്ലാം നടന്നാൽ കൃത്യമായിട്ട് നമുക്ക് 5 years തന്നെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഞാൻ പേഴ്സണലി 7 years എടുത്തിട്ടാണ് എൻ്റെ PhD കംപ്ലീറ്റ് ചെയ്തത്. അതിനുള്ള ഒരു റീസൺ നമ്മുടെ കൊറോണ. ഇപ്പം നമുക്ക് ആക്ച്വലി ഞാൻ സാമ്പിൾ കളക്ട് ചെയ്തത് ഹാർബറിൽ നിന്നുമാണ്. സോ എനിക്ക് നോർത്ത് ടു സൗത്ത് സാമ്പിൾ കളക്ഷൻ ഉണ്ടായിരുന്നു. ഐ മീൻ ഇന്ത്യയിൽ അറേബ്യൻ സീന്നും ബേ ഓഫ് ബംഗാളിൽ നിന്നും കളക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാം കൊറോണ സമയത്തെല്ലാം ഹാർബേഴ്സ് എല്ലാം അടച്ചിട്ട് നമുക്ക് സാമ്പിൾ കളക്ഷന് പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ മോളിക്കുലാർ വർക്കായിരുന്നു. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞാൽ നമ്മൾ RNA ഐസൊലേറ്റ് ചെയ്യുന്നു, പക്ഷെ നമുക്ക് ഈ പറഞ്ഞ ഡീഗ്രേഡേഷൻ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ മോളിക്കുലാർ അപ്പം നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത പോലെ ഒരു പക്ഷേ ചിലപ്പോഴെങ്കിലും കാര്യങ്ങൾ നടക്കാതെ വരും. പക്ഷേ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുക, മുന്നോട്ട് പോവുക. നമുക്ക് മാക്സിമം ഒരു 5 yearsൽ ഒരു നോർമൽ കണ്ടീഷൻസിൽ കംപ്ലീറ്റ് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. നമുക്ക് ആകെ ഒരു സ്ട്രഗിളിങ് വരിക ഒരു ഫസ്റ്റ് ഇയറിൽ മാത്രമായിരിക്കും. കാരണം ടോപ്പിക്ക് ചൂസ് ചെയ്യുന്നതിലും അതിൻ്റെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നതിലും നമ്മളൊരു ട്രാക്കിൽ എത്താത്തതിൻ്റെ ഒക്കെ ഒരു ബുദ്ധിമുട്ട് നമുക്കൊരു ഫസ്റ്റ് ഇയറിൽ മാത്രമേ വരുള്ളൂ. പക്ഷേ വെൻ വി ഗെറ്റ് ഇൻ ടു ദ ടോപ്പിക് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് പിന്നെ ഈ പറഞ്ഞ റിലേറ്റഡ് ആർട്ടിക്കിൾസ് വന്നു തുടങ്ങും, നമുക്കൊരു ഐഡിയ വന്നു തുടങ്ങും, നമ്മൾ വർക്ക് ചെയ്ത് തുടങ്ങും, ബാക്കിയെല്ലാം പാരലി നടന്നു പോയിക്കോളും. സോ ഫസ്റ്റ് ഇയറിൽ വരുന്ന ഒരു സ്ട്രഗിൾ പിന്നെ സെക്കൻഡ് ഇയർ തൊട്ട് നമ്മൾ സബ്മിഷൻ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഒരു കോഴ്സ് വർക്ക് ഉണ്ടാവും. നമുക്ക് നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഒരു കോഴ്സ് വർക്ക് ഉണ്ടാവും. ആ കോഴ്സ് വർക്ക് എക്സാം ക്ലിയർ ചെയ്യുക. അതൊരു 6 months കോഴ്സായിരിക്കും. ചില യൂണിവേഴ്സിറ്റികളിൽ അവിടെ ചെന്ന് കോഴ്സ് എടുക്കണമെന്ന് നിർബന്ധമുണ്ട്. അവർ അലോട്ട് ചെയ്യുന്ന പേപ്പേഴ്സ് നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്ന് നിർബന്ധമുണ്ട്. പക്ഷേ ചില യൂണിവേഴ്സിറ്റികളിൽ അങ്ങനെ ഒരു നിർബന്ധമില്ല. എക്സാം എഴുതാൻ വേണ്ടി മാത്രം നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ പോയാൽ മതി. എക്സാം ക്ലിയർ ചെയ്ത് നമുക്കതിൻ്റെ സർട്ടിഫിക്കറ്റ്. അപ്പോൾ കോഴ്സ് വർക്ക് പാസ്സായാലും മാത്രമേ PhD വെക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു നിർബന്ധമുണ്ട്. പിന്നെ കോഴ്സ് വർക്ക് വലിയ പ്രശ്നമുള്ളതല്ല, കാരണം നമ്മൾ JRF വരെ ക്ലിയർ ചെയ്തിട്ടാണ് പോകുന്നത്. സോ അങ്ങനെയുള്ള ഒരാൾക്ക് ഈ കോഴ്സ് വർക്ക് ക്ലിയർ ചെയ്യാന്നുള്ളത് ഒരു പ്രശ്നമേ അല്ല. അപ്പം നമ്മൾക്ക് CSIR ലൈഫ് സയൻസ് എക്സാം പാസ്സാവണമെന്ന് പറയുമ്പം നമുക്കറിയാവുന്ന കുറച്ച് സെൻറ്റേഴ്സുകളുണ്ട് നമുക്ക്. അപ്പോൾ അവിടുത്തെ അഫോർഡബിൾ അല്ലാത്തതുകൊണ്ട് മാത്രം ആ ഒരു ഏരിയയിലോട്ടേ തിരിഞ്ഞു നോക്കാത്ത കുട്ടികളെ എനിക്ക് പേഴ്സണലി അറിയാം. സോ അങ്ങനെയുള്ള അതുപോലെ പോയി നിൽക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഹോസ്റ്റൽ ഫീസ് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത അങ്ങനെ ഒരുപാട് ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് ഉള്ള കുട്ടികൾ നമുക്കിടയിലുണ്ട്. ഇനി അതല്ല, മാരേജ് കഴിഞ്ഞ് കുഞ്ഞുങ്ങളുള്ള കുട്ടികൾ പഠിക്കുന്ന PG ചെയ്യുന്ന ആഗ്രഹം കൊണ്ട് മാത്രം PG ചെയ്യുന്ന ഒരുപാട് സ്വപ്നങ്ങളുള്ള കുട്ടികളുണ്ട്. സോ അങ്ങനെയുള്ളവർക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് സമയം കിട്ടുന്ന സമയത്ത് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ബേസിക്കലി ഞാൻ പറഞ്ഞ പോലെ വേണ്ട ഒരു കാര്യം കൺസെപ്ച്വൽ ക്ലാരിറ്റി. സോ അതിന് നമ്മളുണ്ട് നിങ്ങളുടെ കൂടെ. അപ്പോൾ നമുക്ക് കൺസെപ്റ്റ് ക്ലാരിറ്റി ആക്കി തരിക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പേർപ്പസ് എന്ന് പറയുന്നത്. സോ കൃത്യമായിട്ട് എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ മതി, പക്ഷേ റിപ്പീറ്റഡ് ആയിട്ട് കാണുക, കൺസെപ്റ്റ് ക്ലിയർ ആക്കി എടുക്കുക, തരുന്ന നോട്ട്സ് റിപ്പീറ്റഡ് ആയിട്ട് വായിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ സെൻറ്റൻസ് വൈസ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടെന്നുള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു ഓവറോൾ ഐഡിയ ഉണ്ടാക്കിയെടുത്താൽ പോരാ, റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ തരുന്ന മെറ്റീരിയൽ നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് വായിക്കുക തന്നെ വേണം. സോ നമ്മൾ തരുന്ന നോട്ട്സ് വായിക്കുക, വീഡിയോസ് കേൾക്കുക. ഇത് രണ്ടും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളെ എക്സാം, അതായത് ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നിങ്ങളെ കൊണ്ട് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഓരോ വീഡിയോ കഴിയുമ്പോഴും നമ്മൾ തരുന്ന ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് മുതൽ നമ്മുടെ PYQ ഡിസ്കഷൻ വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്താൽ ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് ഏതൊരു പ്ലാറ്റ്ഫോമും പ്രൊവൈഡ് ചെയ്യാവുന്ന കാര്യം നിങ്ങൾക്ക് ഈ പറഞ്ഞ ഈസി ആയിട്ട് വീട്ടിലിരുന്നതുകൊണ്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പേസിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതേ ഉള്ളൂ.
ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ ഒരു മീഡിയം ആയിട്ട് പഠിച്ചുകൊണ്ടിരുന്ന ഞാൻ ഇന്ന് CSR ലൈസൻസ് ക്രാക്ക് ചെയ്ത് ഈ പറഞ്ഞ ഗേറ്റ് ക്രാക്ക് ചെയ്ത് PhD കംപ്ലീറ്റ് ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊറ്റ ഒരു കാര്യമേ ഉള്ളൂ, എൻ്റെ എഫേർട്ട്. എനിക്ക് പഠിക്കാനുള്ള അല്ലെങ്കിൽ എനിക്ക് ഈ പറഞ്ഞ നെറ്റ് ക്ലിയർ ചെയ്തേ പറ്റൂ എന്നുള്ളൊരു സാഹചര്യവും അല്ലെങ്കിൽ അധികമായിട്ടുള്ള ആഗ്രഹം, ഇത് രണ്ടും മാത്രമാണ് എന്നെ ഇവിടം വരെ എത്തിച്ച് നിൽക്കുന്നത്. സോ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഏതൊരാൾക്കും ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ CSR ലൈസൻസ് എന്ന് പറയുന്നത്. സോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, ഞങ്ങളെ കൂടെ നിൽക്കുക. എന്നെ പോലെ തന്നെ ഒരുപാട് ഫാക്കൽറ്റീസ് ഇവിടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ട്. സോ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമുക്കിനി വീണ്ടും മറ്റ് വീഡിയോസിലൂടെ കാണാം. താങ്ക് യു സോ മച്ച് ആൻഡ് വിഷ് യു ഓൾ ദ ബെസ്റ്റ്.